കലൂർ സ്റ്റേഡിയം അപകടവുമായി ബന്ധപ്പെട്ടതാണ്. ഈ അപകടത്തിൽ അറസ്റ്റിലായ മൃദംഗ വിഷൻ MD നികോഷ് കുമാറിനെ പോലീസ് ഇന്ന് കോടതിയിൽ ഹാജരാക്കും. 7 മണിക്കൂറോളം നീണ്ട ചോദ്യം ചെയ്യലിന് ശേഷമാണ് നികോഷിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തത്. ഇതിനിടെ നികോഷ് കുമാറിന്റെയും ഷമീർ അബ്ദുൾ റഹീമിന്റെയും ജാമ്യാപേക്ഷ കോടതി ഇന്ന് പരിഗണിക്കുന്നുണ്ട്. തിയോഫിൻ കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനുണ്ട്. തിയോഫിൻ, ഗുഡ് മോർണിംഗ്. അന്ന, ഗുഡ് മോർണിംഗ്. യെസ് തിയോഫിൻ, കഴിഞ്ഞ ദിവസങ്ങളിൽ വളരെ വിവാദമായ ഈ സംഘാടകരുടെ പിഴവ് മൂലം സംഭവിച്ച സുരക്ഷാ വീഴ്ചയിൽ സംഭവിച്ച വലിയൊരു അപകടത്തിന്റെ വാർത്തകളാണ് കഴിഞ്ഞ ദിവസം നമ്മൾ വേദനയോടുകൂടി കേട്ടത്. അതിന്റെ തുടർ കഥകൾ അന്വേഷിച്ചു പോകുമ്പോൾ പലതും ആ സംഘാടകരുടെ ഭാഗത്തു നിന്ന് സംഭവിച്ചിട്ടുണ്ട് എന്നതാണ് മനസ്സിലാവുന്നത്. ഇപ്പൊ ഈ പോലീസ് അന്വേഷണം നടക്കുന്നത് ഉമാ തോമസ് MLA വീണു പരിക്കേറ്റ സംഭവത്തിൽ മാത്രമാണോ? അതൊക്കെ അന്വേഷണ പരിധിയിൽ ഈ സാമ്പത്തികമായി ബന്ധപ്പെട്ട പണപ്പിരിവുമായി ബന്ധപ്പെട്ട കുട്ടികളിൽ നിന്ന് പണം ഈടാക്കി ഒരു തട്ടിപ്പ് നടത്തി എന്ന വിവരങ്ങളിലൊക്കെ ആ വിമർശനങ്ങളിലൊക്കെ ഉള്ള ഒരു അന്വേഷണം കൂടി ഈ പരിധിയിൽ ഉൾപ്പെടുന്നുണ്ടാകുമല്ലോ. സുരക്ഷാ വീഴ്ച ഉമാ തോമസ് MLAക്ക് അപകടമുണ്ടായിട്ടുണ്ടാണ് സുരക്ഷാ വീഴ്ച വലിയ വിഷയമായി മാറിയത്. അതോടൊപ്പം തന്നെ അപ്പോഴാണ് ശരിക്ക് ഇതിന്റെ സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഇതിന് പിന്നാലെയാണ് പുറത്തു വന്നത്. ഒരു പക്ഷേ ഇത്തരത്തിലൊരു സംഭവം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഇതിന്റെ ഒരു വലിയ, അതായത് കോടികളുടെ സാമ്പത്തിക തട്ടിപ്പ് ഇതിന് പേരിൽ നടന്നിട്ടുണ്ട് എന്നാണ് രക്ഷിതാക്കൾ തന്നെ പറയുന്നത്. ഒരുപക്ഷെ നമുക്ക് ആ കണക്കുകൾ നോക്കിയാൽ തന്നെ അത് ബോധ്യമാവുകയും ചെയ്യും. 12,000 കുട്ടികളിൽ നിന്നും വലിയ തുക ഫീസായി ഈടാക്കിയിട്ടുണ്ട്. സ്റ്റേഡിയത്തിൽ പ്രവേശിക്കുന്നതിന് വേറെ ഫീസ് ഈടാക്കി. അത് ബുക്ക് മൈ ഷോ വഴി ഓൺലൈനായാണ് അതിൽ ഫീസ് ഈടാക്കിയത്. അത്തരത്തിൽ വലിയ രീതിയിൽ പണപ്പിരിവ് നടത്തിയിട്ടുണ്ട്. ഇന്നലെ പുറത്തു വന്ന ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നമുക്കത് വ്യക്തമാണ് എത്രത്തോളം സുരക്ഷാ വീഴ്ച ഈ വേദി നിർമ്മിച്ചതിൽ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത്. ഉമാ തോമസ് MLA വേദിയിൽ നിന്ന് താഴേക്ക് വരുന്ന ദൃശ്യങ്ങൾ ഇന്നലെ രാവിലെ പുറത്തു വന്നിരുന്നു. ഇതിൽ വളരെ വ്യക്തമാണ് നടക്കാൻ അല്പം മാത്രം കഷ്ടിച്ച് നടക്കാനുള്ള ഒരു സ്ഥലം മാത്രമാണ് ആ കസേരകൾക്ക് മുന്നിൽ ഉണ്ടായിരുന്നത്. കസേരയിൽ നിന്ന് എഴുന്നേറ്റ് മുന്നോട്ട് നീങ്ങുന്ന MLA മറിഞ്ഞു വീഴുന്ന ദൃശ്യങ്ങൾ നമുക്ക് ആ കാഴ്ച ശരിക്കും ഇന്നലെ വന്ന ദൃശ്യങ്ങളിൽ അതുണ്ട്. അതിൽ തന്നെ എത്രത്തോളം, കാരണം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നമ്മൾ ഉൾപ്പെടെ എല്ലാ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്യുകയാണ് ആ വേദി നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ച. അത് വളരെ വ്യക്തമാണ്. ഈ സംഭവത്തിലാണ് പ്രധാനമായും ഈ സംഘാടകർക്കെതിരെയുള്ള കേസുള്ളത്. അതോടൊപ്പം സാമ്പത്തിക തട്ടിപ്പ് കേസും. സാമ്പത്തിക തട്ടിപ്പുമായി ബന്ധപ്പെട്ട കേസിൽ കൂടുതൽ പരാതികൾ വരുന്നുണ്ടെങ്കിൽ ആ കേസ് കൂടുതൽ ശക്തമാവുകയും ചെയ്യും. ഏറ്റവും പ്രധാനം ഇത്തരത്തിലൊരു അപകടത്തിന് കാരണമായ ആ വേദി നിർമ്മാണത്തിലെ സുരക്ഷാ വീഴ്ചയാണ്. ഇതിലാണ് ഈ മുൻകൂർ ജാമ്യാപേക്ഷയുമായി നികോഷ് കുമാറും അതോടൊപ്പം ഈ പ്രധാന സംഘാടകർ കോടതിയെ സമീപിച്ചത്. ഷമീർ അബ്ദുൾ റഹീം ഇവർ രണ്ടുപേരാണ് മുൻകൂർ ജാമ്യാപേക്ഷയുമായി കോടതിയെ സമീപിച്ചത്. അതിനിടയിലാണ് കോടതി ഇവരോട് ഹാജരാകാൻ പറഞ്ഞത്. നികോഷ് കുമാറും അതോടൊപ്പം തന്നെ ഇതിന്റെ സംഘാടന വേദികളെല്ലാം തയ്യാറാക്കിയ ഓസ്കാർ ഇവന്റ് മാനേജ്മെന്റ് കമ്പനിയുണ്ട്. അതിന്റെ ഉടമ സനീഷ് PS ജനീഷ്, ഇങ്ങനെ രണ്ടുപേരോടാണ് കോടതിയിൽ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടിരുന്നത്. ഇതിൽ നികോഷ് കുമാർ മാത്രമാണ് ഇന്നലെ ഉച്ചയോടെ കോടതിയിലല്ല, പോലീസ് സ്റ്റേഷൻ, പാലരൂട്ട പോലീസ് സ്റ്റേഷൻ ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടത്. അതിനുശേഷം മുൻകൂർ ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ നോക്കാമെന്നാണ് കോടതി സൂചിപ്പിച്ചിരുന്നത്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്നലെ ഉച്ചയോടുകൂടി നികോഷ് പാലരൂട്ടം പോലീസ് സ്റ്റേഷൻ ഹാജരായത്. പക്ഷേ ജനീഷ് അവിടെ ഹാജരായില്ല. ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളതിനാൽ ഇന്ന് ഹാജരാകാൻ കഴിയില്ല എന്ന് പറഞ്ഞ് ഇന്നലെ പോലീസിനെ അറിയിക്കുകയും ചെയ്തിരുന്നു. നികോഷിനെ 7 മണിക്കൂറോളം ചോദ്യം ചെയ്ത ശേഷമാണ് രാത്രിയോടുകൂടി അറസ്റ്റ് രേഖപ്പെടുത്തിയത്. നികോഷ് കുമാറിനെ ഇന്ന് രാവിലെ തന്നെ കോടതിയിൽ ഹാജരാക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അതോടൊപ്പം തന്നെ ഇവർ നൽകിയ മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കുന്നുമുണ്ട്. എന്തായാലും ഉമാ തോമസിന്റെ ആരോഗ്യനില വലിയ. അതെ തിയോഫിൻ, ഇനി അറിയേണ്ടത് കേസുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ തിയോഫിൻ പറഞ്ഞു. ഇനി നമുക്ക് തീർച്ചയായും അറിയാനുള്ളത് ഉമാ തോമസ് MLAയുടെ ആരോഗ്യസ്ഥിതി എങ്ങനെയുണ്ട് എന്നതാണ്. ഇന്നലെ മെഡിക്കൽ ബോർഡ് മാധ്യമങ്ങളോട് പറഞ്ഞത് ആരോഗ്യനിലയിൽ കാര്യമായ പുരോഗതി കഴിഞ്ഞ 2 ദിവസത്തിനിടയ്ക്ക് ഉണ്ടായിട്ടുണ്ട്. തലച്ചോറിനും ശ്വാസകോശത്തിനുമേറ്റ പരിക്ക് ഭേദപ്പെട്ടു വരുന്നു. MLA 1-2 വാക്കുകളൊക്കെ ചെറുതായി ഉച്ചരിക്കാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് എന്നതാണ്. വെന്റിലേറ്ററിൽ 2 ദിവസം കൂടെ തുടരാം എന്നതാണ്, സ്റ്റേബിൾ ആകുന്നത് വരെ എന്നതാണ് ആശുപത്രി വൃത്തങ്ങൾ ഏറ്റവും ഒടുവിൽ പറഞ്ഞത് എന്ന് തോന്നുന്നു. തീർച്ചയായും ഇന്നലെ ഡോക്ടർമാർ പറഞ്ഞപ്പോൾ നേരിട്ട് തന്നെ പറഞ്ഞതും ഇന്നലെ അതിനുശേഷം വന്ന മെഡിക്കൽ ബുള്ളറ്റിനും ഇത് തന്നെയാണ് വ്യക്തമാക്കുന്നത്. ഇന്നലത്തെ ഒരു ആരോഗ്യസ്ഥിതിയിൽ ശ്വാസകോശത്തിന് ചുറ്റും ചെറിയ നീർക്കെട്ടുണ്ട്. ആ നീർക്കെട്ടുള്ളത് അത് ഒഴിവാക്കേണ്ടതാണ്. കാരണം അതും അത്ര സുഖകരമായ ഒരു അവസ്ഥയല്ല. പക്ഷേ വലിയ ആശങ്കയ്ക്ക് വകയുള്ള കാര്യമല്ല. എന്നാൽ അതിന് വേണ്ട ചികിത്സയും തുടരേണ്ടതുണ്ട്. അത് നിരീക്ഷണത്തിലാണ്. അപ്പോൾ ഡോക്ടർമാരുടെ വിദഗ്ധ സംഘവും ഇത് കൃത്യമായി വിലയിരുത്തുന്നുണ്ട്. ഇന്നലെ വിദഗ്ധ സംഘം
കൊച്ചിയിലെ ആശുപത്രിയിലുള്ള ഡോക്ടർമാരുമായി ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തി. അതിനുശേഷമാണ് ഈ ഡോക്ടർമാർ ഉൾപ്പെടെ മാധ്യമങ്ങളെ കണ്ടത്. അപ്പോൾ തന്നെ പറഞ്ഞു ആരോഗ്യ സ്ഥിതിയിൽ പുരോഗതിയുണ്ട്, പക്ഷേ വെന്റിലേറ്റർ പൂർണ്ണമായും ഒഴിവാക്കാവുന്ന ഒരു നിലയിലല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. കാരണം രണ്ട് കാര്യങ്ങളാണ്: ശ്വാസകോശത്തിനുള്ള പരുക്ക്, ശ്വാസകോശത്തിന് പുറത്തുള്ള നീർക്കെട്ട്. അപ്പോൾ ശ്വാസമെടുക്കുമ്പോൾ ഈ സ്വയം ശ്വാസമെടുക്കുമ്പോൾ അതുണ്ടാക്കുന്ന ഒരു സ്ട്രെയിനുണ്ട്. അതോടൊപ്പം ഈ വാരിയലിന് ചെറിയ ഫ്രാക്ചർ ഉണ്ടായിട്ടുണ്ട്. ആ ഫ്രാക്ചർ കൂടി ഉള്ളത് കാരണം ഉണ്ടാകുന്ന വേദനയുണ്ട്. അപ്പോൾ ആ വേദന കുറയ്ക്കുന്നതിന് കൂടി വേണ്ടിയാണ് പൂർണ്ണമായും ഒറ്റയ്ക്കുള്ള ശ്വസനം, സ്വയം ശ്വസിക്കുന്നത് കൊണ്ടുണ്ടാകുന്ന സ്ട്രെയിൻ ഉണ്ട്. ആ സ്ട്രെയിൻ വലിയ വേദന ഉണ്ടാക്കും. അതുകൊണ്ടാണ് പൂർണ്ണമായും ശ്വസനം തനിയെ ആക്കാത്തത്. അതായത് വെന്റിലേറ്ററിൻ്റെ സഹായം നിലനിർത്തുന്ന സംവിധാനത്തിലേക്ക് കടന്നിരിക്കുന്നത്. വെന്റിലേറ്റർ മാറ്റിയിട്ടല്ല, വെന്റിലേറ്റർ നിലനിർത്തിക്കൊണ്ട് ആ വെന്റിലേറ്ററിൻ്റെ സപ്പോർട്ട് കുറച്ച്, അതിൻ്റെ ഒരു പെർസെൻറ്റേജ് കുറച്ചുകൊണ്ട് ഇതിനിടയിൽ സ്വയം ശ്വസിക്കുക കൂടി ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു സംവിധാനമാണ്. കാരണം ശ്വാസം വലിക്കുമ്പോൾ സ്ട്രെയിൻ ഉണ്ടാകുന്ന നിലയിലേക്ക് എത്താതെ അതിനുള്ളിൽ ഇടയ്ക്കിടെ സ്വയം ശ്വസിക്കാനും വെന്റിലേറ്ററിൻ്റെ സഹായത്തോടു കൂടിയുള്ള ശ്വസന സംവിധാനം കൂടി നിലനിർത്തിക്കൊണ്ട് പോവുകയാണ്. അത് പതിയെ പതിയെ വെന്റിലേറ്ററിൻ്റെ ഒരു സഹായം കുറച്ചു കൊണ്ടുവന്ന് 1-2 ദിവസത്തിനുള്ളിൽ വെന്റിലേറ്റർ മാറ്റാനുള്ളൊരു ശ്രമത്തിലേക്കാണ് ഡോക്ടർമാർ പോകുന്നത്. ഇന്നെന്തായാലും മെഡിക്കൽ ബോർഡ് യോഗമോ ബ്രീഫിങ്ങോ ഉണ്ടാകില്ല എന്ന് ഡോക്ടർമാർ അറിയിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ വിശദീകരിക്കാനുണ്ടെങ്കിൽ അറിയിക്കാമെന്നാണ് ഡോക്ടർമാർ നമുക്ക് അറിയിപ്പ് നൽകിയിട്ടുള്ളത്. എന്തായാലും കൂടുതലായി എന്തെങ്കിലും പറയാനുള്ള അല്ലെങ്കിൽ എന്തെങ്കിലും മാറ്റമോ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റാനുള്ള ഒരു തീരുമാനം ഉണ്ടാവുകയാണെങ്കിൽ മെഡിക്കൽ ബുള്ളറ്റിൻ അറിയിക്കും. ഡോക്ടർമാരുടെ ബ്രീഫിംഗ് ഉണ്ടാകില്ല എന്തായാലും. കാരണം പ്രത്യേകിച്ച് ഒരു കാര്യം, അതായത് 1-2 ദിവസം കൂടി ഇതേ നിലയിൽ തുടരുക എന്നതാണ് ഇപ്പോൾ തൽക്കാലം ഡോക്ടർമാരുടെ തീരുമാനം. മെഡിക്കൽ സംഘം കൃത്യമായി 2-3 മണിക്കൂറുകൾ ഇടവിട്ടുള്ള പരിശോധനയും നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ആരോഗ്യനിലയിൽ പുരോഗതിയുണ്ട്, പക്ഷേ വെന്റിലേറ്റർ തൽക്കാലം തുടരും എന്നാണ് ഡോക്ടർമാർ പറയുന്നത്. അന്ന ശരി തിയോഫിൻ, അപ്പോൾ അടുത്ത മണിക്കൂറുകളിൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന 2 വാർത്തകളാണ് ആ വിഷയത്തിലുള്ളത്. ഉമാ തോമസ് MLAയുടെ ആരോഗ്യ നില എങ്ങനെയുണ്ട് എന്നുള്ളത് അടുത്ത മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത് വരും എന്ന് പ്രതീക്ഷിക്കുന്നു. ഒപ്പം ആ കേസിൽ, സംഘാടകർക്കെതിരെ എടുത്തിരിക്കുന്ന കേസിൽ ഇന്ന് മൃദംഗ വിഷൻ CEO ഇന്ന് ഹാജരാക്കുന്നുണ്ട്. ആ വിവരങ്ങളിലേക്കൊക്കെ അടുത്ത മണിക്കൂറുകളിൽ വരേണ്ടതുണ്ട്.